എടി ഒരു ഗ്ലാസ് വെള്ളം കഴിഞ്ഞിരുത്തടി. ഒരു ചൂടാണ് ഇവിടെ, രക്ഷയില്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കായിരുന്നു, നിങ്ങൾക്ക് അകത്തങ്ങാനും വന്നിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ നെരിപ്പോണ്ടകത്ത് കയറിയിരിക്കാൻ പോവാ ഈ ചൂടത്ത്. പോയേ ഇരിക്കാൻ പോലും വയ്യ. നിങ്ങളോട് ഞാൻ എത്ര നാളായിട്ട് പറയാം മനുഷ്യർ എ സി വാങ്ങിക്കാതെ. പിന്നെ എ സി ഇപ്പോ എനിക്ക് പൈസ എടുക്കാനില്ല മനുഷ്യൻ്റെ ഓക്സിജനിലേ എ സിക്കൊക്കെ EMI കിട്ടുന്ന എ സി നോക്കി. അത് കൊള്ളാലോ. 1 രൂപ കൊടുത്താൽ മതിയോ? 1 രൂപ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. അപ്പൊ ഈ വീഴ്ചയിൽ ഒഴിവാക്കാം. അത് നല്ല അകത്തിരിക്കുകയും ചെയ്യാം. അയ്യോ മനുഷ്യ എ സി. നമസ്കാരം. ഇവിടെ എ സിക്കൊക്കെ ഓഫർ ഉണ്ടെന്ന് പറയുന്നത്. അതെ, നമുക്കിപ്പോൾ ഓഫറുണ്ട്. കേരളം കൂളാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ 1 രൂപയ്ക്ക് EMI സ്കീമിൽ ഓഫർ ഇട്ടിട്ടുണ്ട്. അത് ഡൗൺ പേയ്മെന്റ് 1 രൂപ അടച്ചാൽ മതി. ബാക്കി മന്ത്ലി EMI. അതെ, 1 രൂപ ഡൗൺ പേയ്മെന്റ് വരുന്നുണ്ട്. സാറിന് എവിടേക്കാണ്? വീട്ടിലേക്കാണോ ഓഫീസിലേക്കാണോ? നമുക്ക് വീട്ടിലേക്ക്. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. റേറ്റ് നമുക്ക് പറയാം. സാറിന്റെ റൂമിന്റെ സൈസ് പറയാം. കാരണം എ സി 120 നമുക്കൊരു 110 AC വരുന്നുള്ളായിരിക്കും. 110 വരുമ്പോൾ നമുക്കിപ്പം കുറെ മോഡലുകൾ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഓഫർ വന്നേക്കുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,990 ഓഫർ വന്നേക്കുന്നത്. 23,990 അത് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ മുകളിലേക്ക് വരുന്നുണ്ട് 26 വരുന്നുണ്ട്, 30. ഒരു ബ്രാൻഡിനനുസരിച്ച് റേറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ബേസ് മോഡൽ സ്റ്റാർട്ടിങ്, അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് 23,990. ഒരു മൊബൈലിന്റെ റേറ്റ് നമുക്ക് വരുന്നുള്ളൂ. മന്ത്ലി EMI വരുമ്പോൾ 2,000-2,500 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ്. നമ്മളിപ്പോൾ ആദ്യം ഫസ്റ്റ് അടയ്ക്കേണ്ടത് ആദ്യം ഒരു 1/3 ആയിരുന്നു നേരത്തെ അടച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു 15 രൂപ 20 രൂപ ഒക്കെ അടയ്ക്കണമായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ നമുക്കൊന്നും അടയ്ക്കേണ്ട. ആദ്യമേ ഒരു എമൗണ്ട് മാത്രം അടച്ചാൽ മതി. ബാക്കി EMI ഇപ്പോൾ പോകും. വേറെ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കിപ്പം വേണ്ടത് ആധാറും പാൻ കാർഡും ആണ് പ്രൂഫായിട്ട് വേണ്ടത്. ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ കാർഡിന്റെ കോപ്പിയും മതി. കോപ്പി വേണ്ട, ജസ്റ്റ് നമ്മുടെ ഫോണിലെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അത് മതി. ജസ്റ്റ് ബാക്കി കാര്യങ്ങൾ എടുത്തോളും. പിന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് അറിഞ്ഞിരിക്കണം, നമുക്ക് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട്. വേറെ ഡീറ്റെയിൽസ് അഡീഷണൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. മോഡലുകൾ ഇതിപ്പോൾ നമുക്ക് ഡെമോ ഇട്ടിരിക്കുന്ന മോഡലാണ്. ഇപ്പം നമുക്ക് ഒരുവിധം എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ്. IFB, വോൾട്ടാസ്, LG, ഡേക്കൻ, ഒരുവിധം എല്ലാ ബ്രാൻഡും അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാത്തിനും EMI സ്കീം അവൈലബിൾ ആണ്. പിന്നെ അത് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓഫർ ഇട്ടിരിക്കുന്നത്. ഈ ചൂട് സമയത്താണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് റേറ്റും കുറവായിട്ട്. വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നോക്കാം. എക്സ്ചേഞ്ച് EMI ചെയ്യാം. ഒരു ഇത് മാത്രമല്ല, 2-3 പ്രൊഡക്റ്റ് ഒരേ EMI തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു ഫിനാൻസിൽ തന്നെ 3-4 പ്രൊഡക്റ്റ് ചെയ്യാം. ഇവിടെ ഫോണൊന്ന് പോയി കിടക്കുമായിരുന്നു, അപ്പോൾ അതൊന്ന് മാറിയേക്കാം. അങ്ങനെയാണ് ഞാൻ ഫോണിന്റെ സെക്ഷനിലേക്ക് കണക്ട് ചെയ്തത്. സാംസങ്ങിന്റെ ഫോണാണ് വരുന്നത്. എക്സ്ചേഞ്ച് ഓഫറൊക്കെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പുതിയ മോഡലായിട്ട് വന്നേക്കുന്ന S24 Ultra എന്ന് പറഞ്ഞ മോഡൽ. ഇത് വേൾഡ് പക്ഷേ AI ഫോണാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമുക്ക് ഇത് ഫോൺ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ലോങ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ ഫീച്ചർ ഉണ്ടാകും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഇതിനകത്തിടും. അത് എയുടെ ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് ഗാലറിയിൽ ഉള്ളൊരു ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം. ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യം വരും. അതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ജസ്റ്റ് ഇത് ഓണാക്കുക, ജസ്റ്റ് AI ഒന്ന് ഓണാക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഈ വ്യക്തിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI വെച്ചിട്ട് അതിനെ മാറ്റി ഇപ്പുറത്ത് എഡിറ്റ് ചെയ്ത് വരും. ഫോട്ടോഷോപ്പിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കോള് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ലാംഗ്വേജ് അറിയത്തില്ല. നമ്മൾ ഹിന്ദിയിൽ മലയാളത്തിൽ അപ്പുറത്ത് സംസാരിക്കുന്നു. അപ്പോൾ ഹിന്ദിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. അത് ഡയറക്റ്റ് AI വെച്ചിട്ട് ആ ഫീച്ചർ വർക്ക് ചെയ്യും. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഹിന്ദിയിലാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് ഹിന്ദിയിലേക്ക് മാറ്റും. അങ്ങനത്തെ
നിരവധി ഫീച്ചർ AI വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാമല്ലോ. അപ്പോൾ അതിന് പ്രൈസ് ഒക്കെ വരുന്നത് എത്ര? പ്രൈസ് വരുന്നത് നോർമൽ നമുക്ക് വരുന്നത് ഓൺലൈൻ പ്രൈസ് അങ്ങനെ 130 വരുന്നത്. അപ്പോൾ സാറിന് എക്സ്ചേഞ്ച് ചെയ്യാൻ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാതെ തന്നെ ഒരു 12,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കിട്ടും. പിന്നെ സാറിൻ്റെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടി ഇട്ടിട്ട് അത്ര റേറ്റ് കൂടെ കുറച്ച് കിട്ടും. പിന്നെ ഡെയിലി നമുക്ക് നോക്കുവാണെങ്കിൽ S24 സീരീസ് എടുക്കുന്നതിന് ഡെയിലി പെർ ഡേ ഒരു 103 രൂപ EMI അടച്ചാൽ മതി. 103 രൂപ വെച്ച് പെർ ഡേ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് S24 നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ S23 ആണെങ്കിൽ 91 പെർ ഡേ അടച്ചാൽ മതി. ഇപ്പോൾ S24 നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഇത്രയും ഫീച്ചേഴ്സ്. ഇത് ഡെയിലി EMIയുടെ കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കുക. മന്ത്ലി ആണെങ്കിൽ നമുക്ക് വരുമ്പോഴത്തേനും ഒരു 4,000 രൂപ റേഞ്ചൊക്കെ വരുത്തുള്ളൂ. S24 ആണെങ്കിൽ അൾട്ര ആണെങ്കിൽ ഒരു 5,000 രൂപ റേഞ്ച് വെച്ചൊക്കെ അടച്ചാൽ മതി. 24 മന്ത് EMI വരും. ശരി. അപ്പോൾ ഏറ്റവും പുതിയ മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇനിയുള്ളത് നമുക്ക് ആപ്പിളാണ് വരുന്നത്. അടുത്ത പ്രീമിയം സീരീസ് വരുന്നത്. നമുക്ക് ആപ്പിളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ശരിയായി. ആപ്പിളിൽ വരുമ്പോഴത്തേനും ഇത് 30 സീരീസ് ആണ്. ഇത് 40 വരും. ഇത് 15 സീരീസ് വരും. ഇത് 30 വരുമ്പോഴത്തേനും നോർമൽ പ്രൈസ് വരുന്നത് 54,900 ഇപ്പോൾ ഓക്സിജൻ്റെ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് വരുമ്പോഴത്തേനും ഇത് സാറിന് 49,900 തരാം. പിന്നെ അടുത്ത് വരുമ്പോഴത്തേനും 14 ആണ്. ഇത് നോർമൽ വരുമ്പോൾ 64,900 പ്രൈസ് വരുന്നത്. സാറിന് ഓഫർ കഴിഞ്ഞിട്ട് 59 ആ റേഞ്ചിൽ ചെയ്തു തരാൻ പറ്റും. പിന്നെ ഇത് വരുമ്പോഴത്തേനും 15 സീരീസ് ആണ്. 74,900 ഇപ്പോൾ ഓക്സിജൻ്റെ ഓഫർ ഇട്ട് 67,990 അത് ചെയ്തു തരാൻ പറ്റും. സാറ് എല്ലാത്തിനും EMI 24 മാസം EMI കിട്ടും. സാർ അഡീഷണൽ HDFCയുടെ ക്രെഡിറ്റ് കാർഡ് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 15 സീരീസ് ആണെങ്കിൽ 6,000 രൂപ വരെ മാക്സിമം നമുക്ക് അതിനകത്തൊന്നും ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്? ഡൗൺ പേയ്മെൻറ്റ് 0 തന്നെയാണ്. നമുക്ക് ജസ്റ്റ് പ്രോസസ്സിംഗ് ചാർജ് മാത്രം വെച്ചാൽ ഫുൾ എമൗണ്ട് നമുക്ക് 0 ആയിട്ട് എടുക്കാൻ പറ്റും. സിവിൽ ബേസ് ചെയ്തിട്ടാണ് മാത്രം അടച്ചാൽ അതേ ഉള്ളൂ. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ. എന്തായാലും നമുക്ക് അടുത്ത നമുക്ക് വിവോയുടെ ഒപ്പോയുടെ സെക്ഷനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അതെ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും നോക്കിയാലോ? പൈസ ഒരുപാടായി. EMI കിട്ടുന്നല്ലേ, ഒന്ന് നോക്കിയിട്ട് പോകാം. നോക്കാം. നമസ്കാരം. ഒരു ലാപ്ടോപ്പ് ആണ് വരുന്നല്ലോ. ഏതാ നമുക്ക് ഇപ്പോഴും പുതിയ വേരിയന്റ് വരുന്നത്? നമുക്ക് 2 സീരീസ് ഓഫ് ലാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഹൈ എൻഡ് സീരീസ് ലാപ്പ് വരുന്നുണ്ട്, നോർമൽ യു സീരീസ് ലാപ്പ് വരുന്നുണ്ട്. ഹൈ എൻഡ് സീരീസ് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ഗ്രാഫിക്സ് സപ്പോർട്ട് ഉണ്ടാവും. അത് നമുക്ക് ഏസറിന്റെ നൈട്രോഫൈൻ എന്ന് പറഞ്ഞ മോഡലുണ്ട്, അസ്യൂസിന്റെ ടഫ് വരുന്നുണ്ട്, HP വിക്ടസ് വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓരോ കാറ്റഗറി വരുന്നത്. അസ്യൂസിന് തന്നെ വേറെ കാറ്റഗറി ഉണ്ട്, റോഗ് ഓഫ് കാറ്റഗറി ഉണ്ട്. നമ്മുടെ പർപ്പസ് ഓഫ് യൂസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചായിരിക്കും വരും. ഇപ്പോൾ സാറിന് എഡിറ്റിംഗ്, കോഡിങ് അങ്ങനത്തെ പർപ്പസ് ഒക്കെ ആണെങ്കിൽ ഹൈ എൻഡ് സീരീസ് ലാപ്പായിരിക്കും നല്ലത്. ഇപ്പം ജസ്റ്റ് വർക്ക്, ഓഫീസ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ യു സീരീസ് ലാപ്പിലോട്ട് പോകാം. ഇത് അതിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ഏസറിൻ്റെ നൈട്രോ 5 ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുമ്പോഴത്തേന് AMDയുടെ Ryzen 7ൻ്റെ 7000 സീരീസും RTXൻ്റെ 3050 ഗ്രാഫിക്സും 4GB ഗ്രാഫിക്സ് സപ്പോർട്ടായിരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ വർക്കും ഇതിൽ നടക്കും. നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഏകദേശം ഒരു 95,900 ഒക്കെ തൊട്ടായിരിക്കും. 95,900 നമുക്ക് EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ബജാജ്, HDFC, HDB 3 ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് 3/1 3 ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ഏതൊക്കെ കമ്പനി വരുന്നുണ്ട്? നമുക്ക് ഏസർ വരുന്നുണ്ട്, HP, Asus, Lenovo, Dell ഇത്രയും കമ്പനി വരുന്നുണ്ട്. നമുക്ക് ഇന്റർനാഷണൽ ബ്രാൻഡ് 3 ഇയർ വാറണ്ടി സപ്പോർട്ടുള്ള തോഷിബയുടെ ലാപ്പോടെ വരുന്നത്. ഇങ്ങനെ ഇത്രയും ബ്രാൻഡ് എല്ലാ കമ്പനിക്കും നമുക്ക് എല്ലാ കമ്പനിക്കും EMI സപ്പോർട്ട്. ഇത് 0 പേയ്മെന്റ് അല്ലേ നമ്മുടെ? 0 പേയ്മെന്റും കിട്ടുന്നുണ്ട്. ഇത് HPയുടെ വിക്ടസിൻ്റെ മോഡലാണ്. ഇത് Ryzen 5 ആണ്. ഇതെല്ലാം ഹൈ എൻഡ് സീരീസ് ലാപ്പുകളാണ്. ഇത് അതുപോലെ തന്നെ ഏസറിൻ്റെ ഒരു പുതിയ മോഡൽ വന്നത് i7ൻ്റെ 11th ജെൻ ആണ്. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 16GB RAM 1TB SSD വരും. ഇതാണ് ഏസറിൻ്റെ ഒരു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത് വരുന്നത് അസ്യൂസിൻ്റെ ടഫ് സീരീസ് ആണ്. ഇപ്പോൾ സാറിന് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവർക്ക് പഠിത്തത്തിലേക്കാണേലും ഓഫീസ് വേഡ് എല്ലാം വരുന്നത്. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 58,900 അല്ലേ? എല്ലാ EMI അവൈലബിൾ.
ഡൗൺ പേയ്മെൻറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ഒന്നെങ്കിൽ 3/1 3 ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 0 തന്നെ ലാപ്ടോപ്പ് സംഭവിക്കാം. എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടല്ലേ? എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ. അതെ എക്സ്ചേഞ്ച് അത് കുഴപ്പമില്ല, ചെയ്യാം. ഇത് നമുക്ക് i3 പ്രോസസ്സ് ലാപ്പുകളാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് i3 പ്രോസസ്സ് ആയിരിക്കും ലാപ്പുകൾ വരുന്നത്. ഇത് നമുക്ക് പിള്ളേരുടെ ആവശ്യത്തിനൊക്കെ സ്റ്റഡി പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പിള്ളേരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഇത് നല്ലൊരു സപ്പോർട്ടീവ് ലാപ്പായിരിക്കും. അസീസിൻ്റെ ലാപ്പുണ്ട്. നമുക്കത് ലെനോവോ ഇത് റേറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 34,900 ഒക്കെ വരും. പിന്നെ വലിയ കുഴപ്പമില്ല. ഇത് ഫിംഗർ പ്രിന്റ് സപ്പോർട്ടുണ്ട്. MS ഓഫീസ് ഒറിജിനൽ വരുന്നുണ്ട് ഇതിൽ. നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി അതിന് സിമ്പിൾ ആയിട്ട് വേർഡ്, എക്സൽ, പവർ പോയിന്റ് എല്ലാം വരും. നമുക്ക് HP-യുടെ അതുപോലെ തന്നെ i3 വരുന്നുണ്ട്, ലെനോവയുടെ i3 വരുന്നുണ്ട്. നമുക്ക് അതുപോലെ AMD-യുടെ Ryzen 3 പ്രൊസസ്സർ വരുന്നുണ്ട്. നമുക്ക് ഇതൊരു EMI ഇട്ടങ്ങ് എടുക്കാം അല്ലേ? അതായിരിക്കും. അപ്പം പിന്നെ കുഴപ്പമില്ല. EMI ആകുമ്പോൾ നമുക്കെല്ലാം എല്ലാം കൂടെ വലിയ റേറ്റും വരുന്നില്ല. അങ്ങനെ ആയിട്ട് എടുക്കാം, EMI ആയിട്ട് എടുക്കാം. അതെ, ഓക്കെ. നമുക്കെല്ലാം അവൈലബിൾ ആണ്. എല്ലാ ഫിനാൻസും നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഏത് ഫിനാൻസ് ആണ് വേണ്ടത് നമുക്ക് അതനുസരിച്ച് എടുക്കാം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതും കൂടെ പിന്നെ ഇപ്പോൾ എന്തായാലും വന്നു പോയില്ലേ, എടുക്കാം. ബില്ല് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ 1 വർഷത്തേക്കിന് ഫോണിന് പ്രൊട്ടക്ഷൻ വരുന്നതാണ്. ഓക്സിജൻ്റെ തന്നെ പ്രൊട്ടക്ഷനാണ്. ഓക്കെ. അത് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ, വെള്ളത്തിൽ പോയാൽ, എന്ത് ഫിസിക്കൽ ഡാമേജ് എന്ത് സംഭവിച്ചാലും, വെള്ളത്തിൽ പോയാലും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ സർവീസ് ചെയ്യും. 3 വട്ടം വരെ നമുക്ക് ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ മാറി കിട്ടും. ഏകദേശം S24 അൾട്രയുടെ ഒക്കെ ഡിസ്പ്ലേ 35,000 രൂപ റേഞ്ചൊക്കെ വരും. നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ മാറി തരും. ജസ്റ്റ് 5% സർവീസ് ചാർജ് മാത്രം അടച്ചാൽ മതി. അതെന്തായാലും നന്നായി. താഴെ വീണാലും മാറി കിട്ടുള്ളൂ. ഇവിടെ 100 തവണയാണ് താഴെ ഇടുന്നത് ഫോൺ. നമുക്ക് 3 വട്ടമാണ് ഡിസ്പ്ലേക്ക് കിട്ടുന്നത്. ഡിസ്പ്ലേ മാത്രമല്ല, ഫുൾ പ്രൊട്ടക്ഷനാണ്. എന്ത് സംഭവിച്ചാലും, ബാക്ക് സൈഡിലെ ഗ്ലാസ് പൊട്ടിയാൽ, ക്യാമറയുടെ ഗ്ലാസ് പൊട്ടിയാൽ, ഇനിയിപ്പം വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പനി പോലും വാട്ടർ ഡാമേജിന് വാറണ്ടി കവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ തന്നെ വാറണ്ടിയാണ് വരുന്നത്. വാട്ടർ ഡാമേജിന് വാറണ്ടി കവർ ആകുന്നുണ്ട്. ജസ്റ്റ് കൊണ്ടുവരിക, ഓക്സിജൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ കൊടുത്താൽ മതി, അവിടെ സർവീസ് കിട്ടും. നമ്മുടെ ഇവിടെ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ അവിടുത്തെ നമ്മുടെ ബ്രാഞ്ചിൽ കൊടുത്താൽ മതി. ഈ കാർഡ് ജസ്റ്റ് അതിൻ്റെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പേയ്മെൻറ്റ് ജസ്റ്റ് സർവീസ് ചാർജ് 5% മാത്രമേ വരുന്നുള്ളൂ. വേറെ എക്സ്ട്രാ ചാർജുകളോ പാർട്സിൻ്റെ ചാർജൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾ ഈ ടോട്ടൽ ലോസ് എന്ന് വെച്ചാൽ ഈ വണ്ടിയെന്നൊക്കെ താഴെ വീണ് പോയി കഴിഞ്ഞാൽ ടോട്ടൽ ലോസാണ്, നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്ത് കിട്ടും. നിങ്ങളിപ്പോൾ എത്ര നാൾ ഉപയോഗിച്ചോ അതിൻ്റെ ഒരു വാല്യൂ കുറച്ചിട്ട് ബാക്കി ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും. അത് ഈ കാർഡിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഈ ബാക്ക് സൈഡിൽ ഓരോ 3 മാസം അനുസരിച്ചാണ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ വരുന്നത്. ബാക്കി നിങ്ങൾക്കൊരു നല്ല വാല്യൂ കിട്ടും. നമുക്കിപ്പം S24 തന്നെ കഴിഞ്ഞ ഇടയ്ക്കൊരെണ്ണം മാറിയിട്ട് സെയിം ഇഷ്യൂ വന്നു. അതായത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ, റെഡിയാക്കാൻ പറ്റാതെ വന്നു. അപ്പം ക്യാഷ് അവർക്ക് ഒരു 95 രൂപ അടുത്ത് ക്യാഷ് ആയിട്ട് തന്നെ റീപ്ലേസ് കിട്ടും. ആ പ്രൈസിന് അവർക്ക് വേറെ ഫോൺ എടുക്കാം. നമുക്ക് ആ എമൗണ്ട് ബാക്കി അഡീഷണൽ പേയ്മെന്റ് എത്രയാണ് വരുന്നത് അതിട്ട് എടുക്കാം. അതല്ല ആ റേറ്റിനുള്ള മതി. നമുക്ക് അത് ഇതുമായിട്ട് ഒരു ഇതൊന്നുമില്ല. കാരണം EMI വരുന്നത് ഫിനാൻസിൻ്റെ ഇതാണ്. ഇത് നമ്മുടെ ഓക്സിജന്റെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ മാത്രം പ്രൊട്ടക്ഷനാണ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നു, നമ്മൾ തന്നെ റെഡിയാക്കി നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. ഇവിടെ ഏത് ബ്രാഞ്ചിലാണെങ്കിൽ കൊടുത്താൽ മതി. ഇവിടെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാലും എന്തായാലും നന്നായി. ഇതിൻ്റെ കൊടുത്ത് തന്നെ വേണം. താഴെ വീണ് പൊട്ടിയാലും വെള്ളത്തിൽ പോയാലും ഒക്കെ മാറി കിട്ടുമല്ലോ. അല്ലെ ഈ 1,30,000 രൂപയുടെ ഫോണൊക്കെ മേടിച്ച് മേടിച്ചു. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഒരു AC വാങ്ങാൻ വന്ന് ഞങ്ങള് ഒരു മൊബൈൽ ഫോണും അതേപോലെ ഒരു ലാപ്ടോപ്പും EMI-ൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതെ, കട്ടപ്പന ഓക്സിജന് വരൂ. 1 രൂപ മുടക്കൂ, EMI ഇട്ട് ഈ സാധനങ്ങളെല്ലാം സ്വന്തമാക്കാം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ് ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.